മനുഷ്യ അവകാശം എന്നത് എല്ലാ മനുഷ്യർക്കും അറിവുള്ള ഒന്നാണല്ലോ അല്ലേ? എന്താണ് മനുഷ്യാവകാശം? മറ്റൊരു വ്യക്തിയുടെ അന്തസ്സിനെയും മൂല്യങ്ങളെയും അവരുടെ സന്തോഷത്തിനെയും സ്വാതന്ത്ര്യത്തെയും അവരുടെ സമാധാനത്തെയും ഹനിക്കാത്തതെന്തും മനുഷ്യ അവകാശത്തിന്റെ പരിധിയിൽപ്പെടും. അതായത് ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനും സംസാരിക്കാനും ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവരുടെ പ്രാഥമികമായ അവകാശമാണ്. എന്താണ് മനുഷ്യാവകാശ പ്രവർത്തനം? മനുഷ്യാവകാശ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതൊരു ധർമ്മയുദ്ധമാണ്. അതായത് ധാർമ്മികമായ ഒരു പോരാട്ടമാണ്. ആരാണ് മനുഷ്യാവകാശ പ്രവർത്തകർ? അനീതി കണ്ടാൽ പേടി കൂടാതെ പ്രതികരിക്കുന്നവർ, അതുപോലെ മനുഷ്യത്വമുള്ള മനുഷ്യർ, മനസാക്ഷിയുള്ള മനുഷ്യർ, ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർ. ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാകുന്നതിന് പ്രത്യേകിച്ച് കോഴ്സുകളോ ഡിഗ്രികളോ ഒന്നും തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യന്റെ വ്യക്തിത്വവും അവരുടെ മനസാക്ഷിയുമാണ് ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാകാൻ വേണ്ട ഏറ്റവും വലിയ യോഗ്യത. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ മനുഷ്യാവകാശം എന്നത് ആരെങ്കിലും നമുക്ക് നേടിത്തരേണ്ട ഒന്നാണോ? അല്ല. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ ആ വ്യക്തിക്ക് ജന്മസിദ്ധമായി കിട്ടുന്നൊരു അവകാശമാണ്. അതായത് ഇൻഹറൻ്റായി ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു അവകാശമാണ്. അത് ഒരു ഗവൺമെന്റോ ഭരണാധികാരികളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനമോ ഏതെങ്കിലും NGOസോ സംഘടനകളോ ഒന്നും തന്നെ നമുക്ക് നേടിത്തരേണ്ട ഒന്നല്ല. ഓരോ മനുഷ്യനും ഓരോ പൗരനും ഈ ഒരു അവബോധം ഉണ്ടായാൽ തന്നെ മനുഷ്യ അവകാശങ്ങളുടെ പേരിൽ നടക്കുന്ന സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന നിരവധിയായിട്ടുള്ള സംഭവങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും മാറ്റം വരുത്താൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.